ഹാജിമാരൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങുമ്പം ബസ്സിൽ ഈ സൗദി സർക്കാർ ഓരോ പാക്കറ്റുകൾ വെച്ചിട്ടുണ്ടാവും. അതിലൊരു മിനി ഫാനാണ് കഴിഞ്ഞ വർഷം കൊടുത്തത്. കാരണം അവർക്കറിയാം അത്രയും ചൂടാകുന്നതുകൊണ്ട് അത് നമുക്ക് ചാർജ് ചെയ്തല്ല, ഫാൻ ഇങ്ങനെ അടുപ്പിച്ച് പിടിച്ചാൽ ഓരോരുത്തർക്ക് ആശ്വാസമാകട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇപ്പം അത് മാറി ഒരു മിനി AC തന്നെ ചെറിയ കഴുത്തിലിടുന്ന സംവിധാനത്തിൽ അതിനുള്ള ഒരു ഉപകരണം തരുന്നു. 3 മണിക്കൂർ അത് പ്രവർത്തിക്കാൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വേണ്ടി വരാവുന്ന അത്രയും ചൂട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലം കൊടുത്താലല്ലാതെ ഇത് മുതലാകില്ല. അത്രയും ഒരു ഹാജിക്ക് ഒരു ക്ഷീണം വരുന്ന ഒരു സമയമായിരിക്കും അത്. എന്നാലും ഹാജിക്ക് അതിൽ സന്തോഷമേ ഉള്ളൂ. അള്ളാഹുവിൻ്റെ വിളിയാണ്, അത് കേട്ടേ പറ്റൂ. ഇനി ആ മാർഗത്തിൽ മരണപ്പെട്ടാലും സ്വർഗത്തിലേക്കാണ് ആ യാത്ര. അതുകൊണ്ടാണ് ഒരു ഹാജിയെ മറമാടുന്ന സമയത്ത് അയാളുടെ ഹജ്ജിൻ്റെ ഇഹ്റാമിൻ്റെ ഡ്രസ്സ് അയച്ചിട്ട് വേറെ ഡ്രസ്സിലേക്ക് പൊതിയില്ല. നമ്മളിപ്പോൾ ഹറമിലൊക്കെ നിസ്കാരത്തിന് പോയി അതിനുശേഷം അവിടെ മയ്യത്ത് നമസ്കാരം ഉണ്ടാവും. അസ്സലാത്തു അലൽ അംവാതി യർഹമുക്കുമുല്ലാ എന്നാണ് അവിടെ അനൗൺസ് ചെയ്യുക. കുറേ മയ്യത്തുകളുണ്ട്, ഇതിനുള്ള നമസ്കാരം അവിടെ നടക്കുന്നു. അപ്പോൾ ആ മയ്യത്തുകൾ അവിടെ നിരത്തി വെച്ച സ്ഥലത്തേക്ക് ഇമാം വന്നിട്ടാണ് മയ്യത്ത് നിസ്കാരം നടക്കുക. അപ്പോൾ അതിൽ ചില ഹാജിമാരാണെങ്കിൽ, അതായത് ഇഹ്റാമിൽ പ്രവേശിച്ചവരാണെങ്കിൽ അവരുടെ ഈ മയ്യത്തിൻ്റെ മുഖം മൂടിയിട്ടുണ്ടാവില്ല. ഇഹ്റാമിൻ്റെ ഡ്രസ്സിലാണ് അവരവിടെ കിടത്തിയിട്ടുണ്ടാകുക. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന അത്രയും തീക്ഷ്ണമായ ഒരു സമയങ്ങളിൽ ഹജ്ജിൻ്റെ അറഫയിൽ അവർ സംഗമിക്കുന്നു. അപ്പോൾ അറഫയിൽ സംഗമിച്ച അവിടെ അവർക്ക് ചെയ്യാൻ, അറഫയിൽ ഒരു പള്ളിയുണ്ട്, അതിൻ്റെ പേരാണ് മസ്ജിദുൻ നമീറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജിനെ, അതാണ് ഹജ്ജത്തുൽ വിദ, ഒരൊറ്റ ഹജ്ജ് റസൂലുള്ളാഹി സ്വല്ലം ചെയ്തിട്ടുള്ളൂ. അതിനാണ് വിടവാങ്ങൽ ഹജ്ജ് എന്ന് പറയുന്നത്. ആ ഹജ്ജിൻ്റെ പശ്ചാത്തലത്തിലാണ് ചരിത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രഭാഷണം വന്നതും. അതാണ് ഖുത്ബത്തു ഹജ്ജത്തുൽ വിദ, ഹജ്ജത്തുൽ വിദയിലെ പ്രഭാഷണം എന്ന പേരിൽ അറിയപ്പെടും. ഒരു പക്ഷേ ലോക ചരിത്രത്തിലെ മാനവരാശിയോട് നടത്തിയ ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്നൊക്കെ ചരിത്രം പറയുന്ന പ്രഭാഷണം കൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രഭാഷണം. അതിൻ്റെ ഒരു വിശുദ്ധിയെ പറ്റിയൊക്കെ പ്രവാചകൻ അതിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്. ഇന്നത്തെ ദിവസം ഏതാണ്? അപ്പോൾ അവർ പറയും ഭൂമിയിലെ മാലാഖമാർ ഭൂമിയിൽ ഇറങ്ങി വരുന്ന പകലാണെന്ന്, അറഫ ദിവസമാണ്. ഇതേതാണ് സ്ഥലം? ഏറ്റവും വിശുദ്ധമായ സ്ഥലമാണ്. ഭൂമുഖത്തെ ഒരു ആരാധനയ്ക്ക് വേണ്ടി സജ്ജമാകുന്ന മനുഷ്യരെല്ലാവരും കൂടി, ലക്ഷക്കണക്കിന് മനുഷ്യർ സംഘടിക്കുന്ന ആ ഒരു വിശുദ്ധമായമാണ്. ഇതേതാണ് മാസം? യുദ്ധം നിഷിദ്ധമാക്കിയിരിക്കുന്ന പവിത്രമായ മാസമാണ്. അപ്പോൾ ഈ ദിവസത്തിൻ്റെ, ഈ മാസത്തിൻ്റെ, ഈ ദിനത്തിൻ്റെ, ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത പോലെ മനുഷ്യരുടെ ജീവൻ പവിത്രമാണെന്ന് പ്രഖ്യാപിച്ച മണ്ണാണ്. നിങ്ങളുടെ രക്തം വിശുദ്ധമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിമാനം പവിത്രമാണ്. നിങ്ങളുടെ സമ്പത്ത് പവിത്രമാണ്.